എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ സപ്പോർട്ട് ലൈക്ക് വേണം നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. രേവതി വർഷനെ ഉപദേശിച്ചുകൊണ്ടിരിക്കുകയാണ്. വർഷയ്ക്കാണെങ്കിൽ കുറെ പരാതികളും പരിഭവങ്ങളും ഒക്കെയാണ് ശ്രീകാന്തിനെ കുറിച്ചുള്ള. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോ രേവതി പറഞ്ഞു, അതെ, ഒരു കാര്യമുണ്ട്. നിങ്ങൾ സ്നേഹിച്ച് വിവാഹം കഴിച്ചവരല്ലേ വർഷേ ശ്രീകാന്തും. 10 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും നിങ്ങൾക്ക് ഇങ്ങനെയായോ? അതെ, ജീവിതം എന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ അഡ്ജസ്റ്റ്മെന്റ് ആണ്. അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുവീഴ്ചയ്ക്കൊക്കെ തയ്യാറാണ്. എങ്കിൽ മാത്രമേ ജീവിതം മുന്നോട്ട് പോകുള്ളൂ. അല്ലാതെ ഒരു കാരണവശാലും ജീവിതം മുന്നോട്ട് പോകത്തില്ലെന്ന് പറയാം. ഇത് കേട്ടപ്പോൾ വർഷം പറഞ്ഞു, ഓഹോ, അപ്പൊ എന്റെ കയ്യിലെ തെറ്റല്ലേന്ന് ചോദിക്കുക. ശ്രീകാന്തിന് എപ്പോഴും ശ്രീകാന്തിന്റെ കൂടപ്പുറപ്പോടെ കഴിയണം. അതാ ശ്രീകാന്തിന്റെ. അതുകൊണ്ടാ ശ്രീകാന്ത് ഞാനും തമ്മിൽ എപ്പോഴും വഴക്കുണ്ടാക്കണമെന്ന് പറയാം. ഇത് കേട്ടതും രേവതി പറഞ്ഞു, അതിലെന്താ തെറ്റിരിക്കുന്നേ? ശ്രീകാന്ത് ചിന്തിക്കലും ഒരു തെറ്റുമില്ല. കൂടപ്പുറപ്പായിട്ട് കഴിയുന്നതല്ലേ എപ്പോഴും നല്ലത്. തന്റെ അച്ഛനമ്മമാരെ ഉപേക്ഷിച്ചിട്ട് തനിയെ പോയി കഴിയുന്നതാണോ നല്ലത്? ഒരിക്കലും അല്ല. തന്റെ സഹോദരങ്ങളുടെ ഒപ്പം കഴിയുന്ന നല്ലത്. ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ഒരു പെൺകുട്ടിയെ. എനിക്ക് അങ്ങനെ ചിന്തിക്കാനേ കഴിയുള്ളൂ. ഒരുപക്ഷെ വർഷയുടെ അത്രയും പഠിപ്പും വിദ്യാഭ്യാസവും ഒന്നും എനിക്കില്ല. അതുകൊണ്ട് എനിക്ക് വർഷ ചിന്തിക്കുന്ന പോലെ ചിന്തിക്കാനും പറ്റില്ല. അതെ, നമ്മൾ രണ്ടും കൂടി ഇനി ഇന്ന് ശരിയാവത്തില്ല എന്നും പറഞ്ഞിട്ട് രേവതി അങ്ങോട്ടേക്ക് എഴുന്നേറ്റ് പോവാ. പെട്ടെന്ന് വർഷം പുറകെ വന്നിട്ട് പറഞ്ഞു, അതെ ഏടത്തി, എനിക്കൊരു ഉത്തരം പറഞ്ഞിട്ട് പോ. എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്കാൻ പറയണേ. എങ്ങനെ രക്ഷിക്കാനായിട്ട്? വർഷ ശ്രീകാന്തും സ്വയം എടുത്ത തീരുമാനമല്ലേ. ഇതിനകത്ത് ഞാൻ എന്ത് പറയാനായിട്ടാ? നിങ്ങളുടെ ചതി കാരണം എന്റെ ജീവിതം തന്നെ തകർന്നു പോയത്. ഇനി ഞാൻ നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടില്ല. വെറുതെ എന്തിനാ ഇനിയിപ്പൊ ഞാൻ ബലിയാടാൻ പോകുന്നേ? അതിന്റെ കാര്യമില്ല. നിങ്ങളായി നിങ്ങളുടെ ജീവിതമായി എന്താന്ന് വെച്ച് ചെയ്തു. എന്നെ ഇതിനകത്തേക്ക് ഇനി വലിച്ചഴിച്ചേക്കില്ല. ഈ കാര്യം പറയാനായിട്ട് എന്നെ വിളിക്കുകയും ചെയ്തേക്കില്ല. അവസാനം വാദി പ്രതിയാവുന്ന പോലെ നിങ്ങൾ രണ്ടും പൊടിയും തട്ടി അങ്ങോട്ട് പോകും. എല്ലാവരുടെ മുന്നിൽ കുറ്റവാളിയായിട്ട് നിൽക്കേണ്ട വരുന്ന ആള് ഞാനാ. അതുകൊണ്ട് ഇതിനകത്ത് ഞാനൊരു അഭിപ്രായം പറയില്ലെന്ന് പറഞ്ഞ് രേവതി അങ്ങോട്ട് പോവാം. രേവതി പോയി കഴിഞ്ഞോണ്ട് വർഷ ആ പുറകെ അങ്ങോട്ട് പോവാണ്. അങ്ങനെ പോണ സമയത്താണ് മുമ്പിലേക്ക് റോഷൻ അങ്ങോട്ട് വരുന്നത്. റോഷൻ വന്നിട്ട്, എന്താ എന്നെ അറിയാവോ വർഷ എന്ന് ചോദിക്കാം. ഇത് കേട്ടതും വർഷ, നീ എന്താ ഇവിടെ? ഓ, നിന്നെ ഒന്ന് കാണാൻ വേണ്ടി വന്നാ. നിന്നെ കാണാതിരിക്കാനായിട്ട് എനിക്ക് പറ്റില്ലല്ലോ. അന്ന് ക്ഷേത്രത്തിൽ വെച്ചാ എനിക്കിട്ടൊരു പണി നിന്നിട്ട് നീ പോയതല്ലേ. അപ്പൊ നിന്നെ ഒന്ന് കാണാൻ തന്നെ ഞാൻ വന്നേന്ന് പറയാ. ആ സമയമൊക്കെ അവന് കയ്യിൽ ആ ആസിഡ് കുപ്പി ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് സംസാരിച്ചോണ്ടിരുന്നത്. പിന്നീട് പതുക്കെ ആസിഡ് കുപ്പി കയ്യിലേക്ക് എടുക്കുക. ഇതെന്താന്ന് കണ്ടോ? ഇതാണ് ആസിഡ്. ഇത് ഒഴിച്ച് നിന്റെ മുഖം അങ്ങോട്ട് ഞാൻ അങ്ങനെ വികൃതമാക്കാൻ പോവാ. ഇനി നീ ഈ മുഖം വെച്ച് ആരുടെയും മുന്നിൽ ഞെളിഞ്ഞു നിൽക്കുന്ന എനിക്കൊന്ന് കാണണം. ഈ മുഖം കൊണ്ടല്ലേ നീ എല്ലാരും പറ്റിച്ചേ. അപ്പൊ ഒരിക്കലും നീ ഇനി പുറത്തിറങ്ങി നല്ല സന്തോഷത്തോടെ ജീവിക്കണ്ടേ. ഈ റോഷൻ ആരാ നിനക്ക് അറിയത്തില്ല, കാണിച്ചരാന്ന് പറയണം. അപ്പോഴേക്കും കുറെ ഗുണ്ടകൾ അവിടെ വന്നു. റോഷൻ പെട്ടെന്ന് തന്നെ ഗുണ്ടകളോട് പറഞ്ഞു, അവളെ പിടിക്കടാന്ന് പറയണം. പറയേണ്ട താമസം ഗുണ്ടകളെല്ലാം കൂടെ ചേർന്ന് അവളെ പിടിക്കണം. പെട്ടെന്ന് ഒരു നിമിഷം വർഷം ഞെട്ടിപ്പോയി. വർഷയ്ക്ക് അനങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയായിപ്പോയി. 2 കയ്യിലും പിടിച്ചു നിർത്തിയേക്കുവാണ്. പിന്നീട് റോഷൻ പറഞ്ഞു, നിന്നെ കാണിച്ചു തരാടി എന്ന് പറയണം. പെട്ടെന്ന് വർഷം പറഞ്ഞു, വേണ്ട റോഷൻ വേണ്ട, ഇങ്ങനെയൊന്നും ചെയ്യരുതെന്ന് പറയാണ്. വേണ്ടെന്നെ വെറുതെ വിടാൻ പറയാ. നിന്നെ ഞാൻ വെറുതെ വിടാല്ലേ? നിന്നെ ഞാൻ വെറുതെ വിടാനായിട്ട് പോവാ, നീ കണ്ടോളാൻ പറയണം. വർഷയ്ക്കാണെങ്കിൽ വല്ലാത്ത സങ്കടമായിപ്പോയി. ഉറക്കെ കരയാൻ പോലും പറ്റാത്തൊരവസ്ഥയില് ഞെട്ടി ധരിച്ച് നിൽക്കുകയാണ്. എന്താണ് ഒരു നിമിഷം കൊണ്ട് സംഭവിച്ചതെന്ന് പോലും വർഷയ്ക്ക് അവിടെ മനസ്സിലാവുന്നില്ല. ഇപ്പൊ ഈ നിമിഷം അവൻ തന്റെ കയ്യിലേക്കും മുഖത്തേക്കും ഒക്കെ ആസിഡ് ഒഴിക്കും. എന്ത് ചെയ്യണം? അങ്ങനെ വർഷം നോക്കി നിൽക്കുന്ന സമയത്ത് റോഷൻ പതുക്കെ ആസിഡ് കുപ്പിയുടെ അടപ്പങ്ങ് തുറക്കുവാണ്. അങ്ങനെ തുറന്നങ്ങോട്ട് ഒഴിക്കാൻ തുടങ്ങുമ്പത്തേനും വേണം ഒരു ഇഷ്ടിക കഷ്ണം വന്ന് ആ ആസിഡ് കുപ്പി തെറിപ്പിച്ചാണ് അങ്ങോട്ട് പോയത്. കുപ്പി താഴെ വീണ് 4 പീസായി ചെതറിപ്പോയി. ആസിഡും എല്ലാം കൂടെ താഴേക്ക് വീണു. റോഷൻ ഒരു നിമിഷം ഞെട്ടിത്തരിച്ച് നോക്കുമ്പോഴത്തേനും രേവതി ഇഷ്ടിക കഷ്ണം കൈ പിടിച്ചോണ്ടിരിക്കണം. കുറെ ഇഷ്ടിക അവിടെ കൂട്ടിയിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ആദ്യം 2 എടുത്തു. തെരുതെരാന്നെറിയുവാണ്. ആദ്യത്തെ ഏറി തന്നെ നല്ല ഉന്നം ഉണ്ടായിരുന്നു. ആ കൃത്യ ആ ഉന്നത്തിൽ തന്നെ ആസിഡ് ബോട്ടിൽ താഴേക്ക് വീണ് പൊട്ടിപ്പോയി. എടീന്നും പറഞ്ഞ എല്ലുമ്പത്തേനും തെരുതെരാന്ന് ഇഷ്ടിക കഷ്ണം എടുത്ത് എറിയുവാണ്. അപ്പൊ ഒരു നിമിഷം ചുറ്റും കൂടെ നിന്ന് ആൾക്കാരൊക്കെ ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. ആർക്കും തടയാൻ പോലും പറ്റില്ലായിരുന്നു. കാരണം എല്ലാരും കൂടെ നോക്കി നിന്നപ്പോ വർഷനെ കുറെ കുണ്ടകൾ പിടിക്കുന്നു. ആസുടിക്കാൻ റോഷൻ നിൽക്കുന്നു. അങ്ങോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ തങ്ങളുടെ മുഖത്തേക്ക് വീഴുന്നു ഭയന്ന് എല്ലാരും മാറി നിൽക്കുക. ആർക്കും അതിനകത്ത് ഇടപെടാൻ പോലും പറ്റിയില്ല. പക്ഷെ ആ സമയത്താണ് ധൈര്യപൂർവ്വം രേവതി മുന്നോട്ട് വന്നേ. രേവതിയുടെ ആ ഇഷ്ടപ്രയോഗത്തില് റോഷനും കൂട്ടുകാരും ഓടുവാണ്. പക്ഷെ രേവതി വിടാൻ കൂട്ടാക്കില്ല. റോഷനെ നെറ്റിക്കിട്ടൊക്കെ എറിയുവാണ്. കാലും ഒക്കെ എറിഞ്ഞു പൊട്ടിക്കുന്നുണ്ട് അവള്. പിന്നീട് ഗുണ്ടകൾ ഓടുവാണ്. ഗുണ്ടകൾക്ക് അവിടെ പിടിച്ചിരിക്കാനായിട്ട് പറ്റിയില്ല. അങ്ങനെ എല്ലാരും കൂടെ പോയി കഴിഞ്ഞപ്പോ തന്നെ റോഷനെ അവിടെ ചുറ്റും കൂടിയുന്ന ആൾക്കാരെല്ലാം പാർക്കുന്ന ആൾക്കാരെല്ലാം കൂടെ പൊതിഞ്ഞു. അവനെ എടുത്തിട്ട് പെരുമാറുവാണ്. ഒരു നിവൃത്തിയില്ലാതെ വന്നപ്പോഴത്തേനും റോഷൻ അവിടെ ഗത്യന്തരം ഇല്ലാതെ ഓടി. ആ സമയം രേവതി ഓടി വന്നു. ഇഷ്ടിക കഷ്ണമൊക്കെ താഴെയിട്ട് അവര് പോയെന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രം രേവതി ആ ഇഷ്ടിക കഷ്ണമൊക്കെ താഴെ ഇടാനായിട്ട് കൂട്ടാക്കിയത്. അങ്ങനെ എല്ലാരും പോയി കഴിഞ്ഞപ്പോഴത്തേനും രേവതി ഓടി വന്ന് വർഷനെ കെട്ടിപ്പിടിച്ചിട്ട് ചോദിച്ചു, ഒന്നും പറ്റിയില്ലല്ലേ എന്ന് ചോദിക്കാം.
വർഷ വേർത്ത് കുളിച്ച് നിൽക്കുക. രേവതി പെട്ടെന്ന് തന്നെ സാരി തലപ്പം കൊണ്ട് ആ വർഷയുടെ മുഖമൊക്കെ ഒപ്പുവാണ്. എന്താ വർഷേ, എന്ത് പറ്റി? നിനക്ക് കുഴപ്പമൊന്നും ഇല്ല അല്ലേന്ന് ചോദിക്കാണ്. ഇല്ല എന്ന് പറയാണ്. ബാ നമുക്ക് വീട്ടിലേക്ക് പോകാന്ന് പറയാം. പക്ഷേങ്കില് എന്തോ വല്ലാത്തൊരവസ്ഥയില് ഇപ്പോഴും അതിൽ നിന്ന് മുക്തിയാകാനായിട്ട് വർഷയ്ക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. വർഷ വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു. വർഷയുടെ മൈൻഡ് ഔട്ടായി പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇങ്ങനെ ഒരു യന്ത്രത്തെ പോലെ രേവതിയോടൊപ്പം നടക്കുകയാണ്. പിന്നീട് ഒരു ഓട്ടോറിക്ഷ വിളിച്ച് നേരെ വർഷ താമസിക്കുന്ന വീട്ടിലേക്ക് ചെല്ലുന്നേ. അവിടെ ചെന്ന് വർഷേനും കുട്ടിക്ക് നേരെ അകത്തേക്ക് ചെന്നു. അകത്തേക്ക് ചെന്നപ്പോ രേവതി പറഞ്ഞു, കൊള്ളാലോ, നല്ല വീടൊക്കെ ആണല്ലോ എന്ന് പറയാം. പക്ഷെ അതിനും വർഷം മറുപടി ഒന്നും പറഞ്ഞില്ല. വർഷേനെ ആ സെറ്റിയിലിരുത്തി. അതെ, ഞാൻ ഇച്ചിരി വെള്ളം എടുത്തോണ്ട് വരാന്ന് പറഞ്ഞുകൊണ്ട് രേവതി അടുക്കളയിലേക്ക് പോയി ഫ്രിഡ്ജിനകത്ത് തുറന്ന് കുറച്ച് വെള്ളം എടുത്തോന്ന് വർഷയ്ക്ക് കുടിക്കാൻ കൊടുക്കുക. വർഷ അത് മുഴുവൻ കുടിച്ചു. പിന്നീട് രേവതി പറഞ്ഞതേ, ഞാന് ശ്രീകാന്തിനെ വിളിച്ചിട്ടുണ്ട്. ഇപ്പൊ തന്നെ ശ്രീകാന്ത് വരും, പേടിക്കൊന്നും വേണ്ട കേട്ടോ എന്ന് പറയണം. ഇപ്പം മനസ്സിലായി എന്താന്ന്. ഇതാ പറഞ്ഞ കൂടവും കൂടപ്പുറപ്പും ഒക്കെ വേണമെന്ന്. തന്നെയായിരുന്നെങ്കിലോ ഇപ്പൊ ആ പാർക്കിൽ ആ തന്നെ നിന്ന് സമയത്ത് അങ്ങനെ ഉണ്ടായി. ഒരു പക്ഷേ കൂടവും കൂടപ്പുറപ്പും ഒന്നും ഇല്ലായിരുന്നെങ്കിൽ ആര് രക്ഷിക്കാൻ വന്നേരം? ഞാൻ ആ കൃത്യസമയത്ത് കണ്ടോണ്ടല്ലേ. അല്ലെങ്കിൽ എന്താ സംഭവിക്കാൻ പോന്നേ? ചിന്തിച്ചിട്ടുണ്ടോ വർഷ? നീന്ന് ചോദിക്കുക. വർഷ ഒന്നും മിണ്ടുന്നില്ല. ഇതാ പറയണേ, എപ്പോഴും തനിച്ച് ജീവിക്കാൻ മാത്രമായിട്ട് ആഗ്രഹിക്കരുത്. നമ്മുടെ കൂടെ എപ്പോഴും ആരിലൊക്കെ വേണം. ഒരു പക്ഷെ നമ്മുടെ കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു കാരണവശാൽ അവൻ അങ്ങനെ ചെയ്യാനായിട്ട് ശ്രമിക്കില്ല. അവനൊന്നും മടിക്കും, ഒരിക്കലും ചെയ്യത്തില്ല. നമ്മൾ കുറെ ആൾക്കാരുടെ നടുവിലാണെങ്കിൽ നമ്മളെ പെട്ടെന്ന് ആരും വന്ന് അറ്റാക്കൊന്നും ചെയ്യത്തില്ല. ഇതൊന്നും ഇല്ലാത്തോണ്ടാ. അവനറിയാം ഇപ്പോഴിങ്ങനെ ചെയ്ത ആരും ചോദിക്കാനും പറയാനും ഈ സമയത്ത് വരില്ല എന്ന്. അതുകൊണ്ട് അത്ര ഉറപ്പുള്ളതുകൊണ്ടല്ലേ അവനങ്ങനെ ചെയ്തേ. ഇത് കേട്ടപ്പം വർഷയ്ക്ക് കണ്ണു നിറഞ്ഞു വന്ന്. സോറി ഏട്ടത്തിന്ന് പറയണം. സോറി എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. അറിയാലോ, നമ്മൾ എപ്പോഴും നമ്മുടെ കാര്യം മാത്രമേ ചിന്തിക്കുന്നുള്ളൂ, മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കുന്നില്ല. ചില സമയത്ത് നമ്മൾ മറ്റുള്ളവരെ കൂടെ ചിന്തിക്കണം. നമ്മുടെ സുഖ സൗകര്യങ്ങൾ മാത്രം ചിന്തിച്ചാൽ പോരാ. നമ്മുടെ ജീവിതം മാത്രമല്ല, നമ്മളെ കൂട്ടി പിടിച്ചിരിക്കുന്ന വേറെ കുറെ ആൾക്കാരും കൂടെ ഉണ്ട്. കുട്ടികളെ, കൂടപ്പിറപ്പുകൾ, അച്ഛനും അമ്മ എല്ലാരും കൂടെ ചേർന്ന് കഴിയുമ്പോഴേ വർഷം ഒരു കുടുംബം ആവുള്ളൂ. അത് ഇനിയും വർഷം പഠിക്കാനുണ്ട്. വർഷം ഒരു പക്ഷെങ്കിൽ തനിച്ച് അച്ഛനോ അമ്മയോടൊപ്പം ജീവിച്ചോണ്ടായിരിക്കും വർഷം ഇങ്ങനെ വന്നിരിക്കുന്നത്. പക്ഷെ എല്ലാവരോടും ഒപ്പം താമസിച്ച ആൾക്കാർക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ശ്രീകാന്തിനെ സംബന്ധിച്ച് അങ്ങനെയാണ്. ശ്രീകാന്ത് എല്ലാവരോടും ഒപ്പം അച്ഛനും അമ്മയോടും ഏട്ടനോടും ഏട്ടത്തിയോടും എല്ലാവരോടും ഒപ്പം താമസിച്ചുകൊണ്ടാണ് ശ്രീകാന്തിന് പെട്ടെന്ന് മാറിയപ്പോ ഒരു വിഷമം ഉണ്ടായത്. അതുകൊണ്ട് ശ്രീകാന്തിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതെ, ഞാൻ വെറുതെ ഓരാന്നൊക്കെ പറഞ്ഞ് വർഷേനെ വിഷമിപ്പിച്ചെങ്കിൽ ക്ഷമിക്കണം കേട്ടോ എന്ന് പറയാണ്. എന്തിനാ അടുത്ത് എന്നോട് ക്ഷമ പറയണ്ടേ? ക്ഷമ പറയേണ്ട ആള് ഞാനില്ലെന്ന് ഇരിക്കാം. ഞാൻ പോയി ചായ എടുത്തോണ്ട് വരാന്ന് പറഞ്ഞ് അങ്ങോട്ട് പോകുമ്പോഴത്തേനും വർഷ കൈ പിടിച്ചിട്ട് രേവതിയോട് പറഞ്ഞു, വേണ്ട ഏട്ടത്തി, ചായ ഒന്നും എടുക്കണ്ടെന്ന് പറയണം. അത് വേണ്ട, ഞാൻ പോയി എടുത്തിട്ട് വരാന്ന് പറഞ്ഞുകൊണ്ട് രേവതി അടുക്കളയിലേക്ക് എല്ലുക. അടുക്കളയിൽ ചെന്ന് ചായക്ക് പാല് നോക്കി കഴിഞ്ഞാൽ ഫ്രിഡ്ജിനകത്ത് ഇരിപ്പുണ്ട്. പിന്നീട് ചായ വെക്കാണ്ട് പാലൊക്കെ ഒഴിച്ചു കഴിഞ്ഞിട്ട് പഞ്ചസാരയും ചായപ്പൊടി എവിടെയാന്ന് രേവതി നേരെ വർഷയോട് വിളിച്ചു ചോദിച്ചു. പെട്ടെന്ന് വർഷ പറഞ്ഞു, അല്ല അത് പിന്നെ എനിക്ക് അങ്ങനെ അറിയില്ല, അത് ശ്രീകാന്തിനോട് ചോദിച്ചാൽ അറിയില്ലെന്ന് പറയണം. ഓഹോ, അപ്പൊ ഇവിടെ ശ്രീകാന്ത് തന്നെയാ കുക്കിംഗ് നടത്തുന്നല്ലേന്ന് ചോദിക്കാം. ഇനിയെങ്കിലും അടുക്കളയിൽ കയറി അത്യാവശ്യം ചായ വെക്കാനൊക്കെ പഠിക്കണം കേട്ടോ. ചായപ്പൊടി പഞ്ചസാരയൊക്കെ എവിടെ ഇരിക്കണേന്നെങ്കിലും അറിഞ്ഞിരിക്കണം. ഒരു കുടുംബമായില്ലേ, എപ്പോഴും ശ്രീകാന്ത് മാത്രം ഉണ്ടാക്കി തണമെന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. നമ്മൾക്ക് ആദ്യം ഒന്നും ഉണ്ടാക്കാൻ അറിയില്ലായിരിക്കും. പക്ഷെ നമ്മളിങ്ങനെ അടുക്കള കയറി ഓരോ ജോലികൾ ചെയ്തൊക്കെയാ പഠിക്കുന്നത്. ഒന്നും അറിയത്തില്ല എന്ന് പറഞ്ഞ് നമ്മൾ കയറിയിരിക്കുന്ന ഒരിക്കലും അത് മിടുക്കായിട്ട് കാണില്ല എന്നൊക്കെ രേവതി പറയുന്നുണ്ട്. രേവതിക്ക് പറയുന്ന പോലെ ഒക്കെ രേവതി വർഷനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ചായയൊക്കെ വെച്ചോണ്ട് അടുത്തേക്ക് വരുവാണ്. ചായ എടുത്തിട്ട് പറഞ്ഞു, ഇതാ കുടിക്കാൻ പറയാണ്. വർഷ ചായ കുടിക്കാനെന്നും പറഞ്ഞു, ഇനി എന്തിനാ മടിക്കണേ? ചായ കുടിച്ചോ, പ്രശ്നങ്ങളൊക്കെ തീർന്നില്ലേ? ഒരു പക്ഷെ ഇനി അവൻ വരാൻ ചാൻസ് ഉണ്ട്. അതാ ഞാൻ പറഞ്ഞേ, എത്രയും പെട്ടെന്ന് ഒന്നെങ്കിൽ വീട്ടിലേക്ക് വരണം. വീട്ടിലേക്ക് വരാനുള്ള കാര്യങ്ങളൊക്കെ ശരിയാക്കുന്നുണ്ട്. അമ്മ അച്ഛനോട് സംസാരിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ വർഷയുടെ വീട്ടിലേക്ക് പോകണം. ആരുമില്ല, തനിയെ ഇങ്ങനെ കഴിയേണ്ട കാര്യമില്ല. ഇത് കേട്ടതും വർഷ ഒരു നിമിഷം ഒന്ന് ആലോചിച്ചു. പിന്നീട് പറഞ്ഞു, അല്ല അത് പിന്നെ ശ്രീകാന്തിന്റെ ഏട്ടൻ, ആ ഏട്ടൻ ശ്രുതിയുണ്ട്, ഞാനുണ്ട്, ശ്രുതിയുണ്ട്, എല്ലാരും വീട്ടിലുണ്ട്. എല്ലാരും ഉള്ളതുകൊണ്ട് ഒരു പ്രശ്നമില്ലെന്ന് പറയാം. അതല്ല, രേവതി ചേച്ചിയുടെ ഭർത്താവ് സച്ചേട്ടൻ. ഓ, സച്ചേട്ടനെയാണോ പേടി? അതോർത്തിട്ടാണോ? അതെ, നീ കരുതുന്ന പോലെ ഒന്നും അല്ല വർഷേ കാര്യങ്ങള്. സച്ചേട്ടൻ ആള് പാവ, പുറമെ ഇങ്ങനെ കാണിക്കുന്നുള്ളൂ. ആള് പാവ, അത് അറിയത്തില്ലാഞ്ഞിട്ടാ. അച്ഛൻ അത് നന്നായിട്ടറിയാം. ആ വീട്ടിൽ ഏറ്റവും പാവം ആരൊക്കെന്നറിയോ? അച്ഛനും എന്റെ ഭർത്താവുക. അതിന് എപ്പോഴെങ്കിലും വർഷം മനസ്സിലാക്കുന്നുള്ളൂ. പക്ഷെ വർഷയ്ക്ക് ചിലപ്പം ഇങ്ങനെ ശ്രീകാന്തിനോട് പെരുമാറിയതുകൊണ്ട് ഒരു ദേഷ്യമൊക്കെ കാണുമായിരിക്കും. പക്ഷെ ദേഷ്യപ്പെടേണ്ട കാര്യമില്ല. സച്ചേട്ടൻ പാവ, സ്നേഹിക്കുന്നവരെ ചങ്ക് പഠിച്ച് സ്നേഹിക്കുന്ന സ്വഭാവ. അല്ലെങ്കിൽ ആ വീട്ടില് ഇത്രയും കാലം ഞാൻ പിടിച്ചു നിൽക്കില്ലായിരുന്നല്ലോ. അതല്ലേ എന്റെ അമ്മായിമ്മ പോലും എന്നോട് എങ്ങനെയാ പെരുമാറുന്നതെന്ന് വർഷയ്ക്ക് അറിയാലോ. ഒരു പക്ഷെ കുറെ കാര്യങ്ങളൊക്കെ ശ്രീകാന്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കുമല്ലോ. പക്ഷെ എന്നിട്ട് പോലും ഞാൻ ആ പിടിച്ചിരിക്കുന്ന എന്തുകൊണ്ടാണെന്നറിയോ? എന്റെ കൂടെ സച്ചേട്ടനുള്ളതുകൊണ്ടാ.
ആദ്യമൊക്കെ സച്ചേട്ടന് ഇഷ്ടമില്ലായിരുന്നു. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല, ഞങ്ങൾ രമ്യ നല്ല സ്നേഹത്തിലാന്ന് പറയാം. അതൊന്നും കേട്ടിട്ട് വർഷയ്ക്ക് എന്തോ ഒരു വല്ലാത്ത ബുദ്ധിമുട്ട്. വർഷ പേടിക്കൊന്നും വേണ്ട, ധൈര്യമായിട്ട് പോരാൻ പറയാണ്. അപ്പോഴേക്കുമാണ് അങ്ങോട്ടേക്ക് ശ്രീകാന്ത് ഓടി വരുന്നത്. ഓടി വന്നിട്ട് വർഷനെ കെട്ടിപ്പിടിച്ചിട്ട് ചോദിച്ചു, നിനക്കൊന്നും പറ്റിയില്ലോ അല്ലേ, കുഴപ്പമൊന്നും ഇല്ല അല്ലേന്ന് ചോദിക്കണം. അപ്പൊ രേവതി വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇല്ല, കൃത്യസമയത്ത് തന്നെ രേവതി ചേച്ചി വന്നുകൊണ്ട് ഒന്നും സംഭവിച്ചില്ല എന്ന് പറയാം. ഒരു നിമിഷം ഞാൻ ഭയന്നു പോയി. എന്തിനാ നീ അങ്ങോട്ട് പോയത്, പോണ്ട കാര്യം ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കാം. അത് പിന്നെ ഞാന് രേവതി ചേച്ചിനെ കാണാൻ പോയതാന്ന് പറയാം. സാരമില്ല, ഇവിടെ ഇരിക്കാൻ പറഞ്ഞു വർഷനെ ആശ്വസിപ്പിക്കുകയാണ്. ഈ സമയത്ത് രേവതി പറഞ്ഞു, കൃത്യസമയത്ത് ഞാൻ അവിടെ ഉള്ളതുകൊണ്ടാ. ഇനി ഇങ്ങനെയും ചിലപ്പോൾ സംഭവിക്കും. അതുകൊണ്ട് ഒരു കാരണവശാലും തനിച്ച് ഇനിയിപ്പോ വർഷനെ പുറത്തുനിന്ന് വിടണ്ട കേട്ടോ. നിങ്ങൾ രണ്ടുപേരും എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് വരാൻ നോക്ക്. ഇങ്ങനെ രണ്ടുപേരും തനിച്ച് കിടക്കേണ്ട കാര്യമില്ല. വർഷ വീട്ടിൽ പറഞ്ഞ വർഷയുടെ അച്ഛനും അമ്മേനെ കൂട്ടിക്കൊണ്ട് ശ്രീകാന്തിനെയും കൂട്ടി വീട്ടിലേക്ക് വാ, അപ്പൊ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമാവെന്ന് പറയാണ്. പിന്നീട് ശ്രീകാന്തിനും കൊണ്ട് കോഫിയൊക്കെ കൊടുക്കുന്നുണ്ട് രേവതി. ശ്രീകാന്ത് പറഞ്ഞു, ഒത്തിരി നന്ദിയുണ്ട് ഏടത്തിന്ന് പറയണേ. എന്തിന് എന്നോട് എന്തിനാ നീ നന്ദി പറയണ്ടേ, ഞാൻ നിന്റെ ഏടത്തിയമ്മയല്ലേന്ന് ചോദിക്കുക. അതൊക്കെ ശരി തന്നെയാ, പക്ഷെ എങ്കില് അതുപോലത്തെയുള്ള കാര്യങ്ങളൊന്നും അല്ലല്ലോ ഞാൻ ഏടത്തിയോട് ചെയ്തത്. അന്ന് ഏടത്തിനെ ചതിച്ചിട്ട് ഞാൻ ഇവളെയും കൂട്ടി പോയതല്ലേ, അതാ ക്ഷമ ചോദിച്ചെന്ന് പറയാ. സാരില്ല, അതൊക്കെ പോട്ടെ, ഇനി അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട. ഇനിയെങ്കിലും നിങ്ങൾ നല്ലവണ്ണം ജീവിക്കാനായിട്ട് നോക്ക്. അതാ നിങ്ങൾ ചെയ്യണ്ടേ. എല്ലാവരുടെ മുന്നിൽ നിങ്ങൾ ജീവിച്ച് കാണിക്കണം. നിങ്ങൾ സ്വയം ഇഷ്ടത്താലെ ഇറങ്ങി പോന്നവരാ. അപ്പൊ നാളെ നാട്ടുകാരെ കൊണ്ട് പറയിക്കരുത് അവള് തന്നിഷ്ടപ്രകാരം അല്ലെങ്കിൽ അവൻ തന്നിഷ്ടപ്രകാരം പോയിട്ട് അവരുടെ കുടുംബ ജീവിതം നശിച്ചു പോയെന്ന്. ഒരിക്കലും അങ്ങനെ പറയാൻ ഇടവരുത്തില്ല. നിങ്ങൾ നല്ല രീതി തന്നെ ജീവിക്കണം എന്നൊക്കെ പറഞ്ഞ് കുറെ സമയം കൂടെ അവിടെ ഇരുന്ന് അവരെ ഉപദേശിച്ചിട്ടാണ് അവിടുന്ന് രേവതി ഇറങ്ങുന്നത്. ഈ സമയം മഹിമ ആകെപ്പാടെ സങ്കടപ്പെട്ട് വർഷയുടെ ഫോട്ടോയും നോക്കിയിരിക്കണം. ഫോണിനകത്ത് അവരുടെ ഫോട്ടോസ് കാണുമ്പോഴും വല്ലാത്ത സങ്കടമായിരുന്നു. കണ്ണ് നിറഞ്ഞൊഴുകുക. അപ്പോഴേക്കും മധുസൂദൻ അങ്ങോട്ട് വന്നു. മധുസൂദൻ നോക്കിയപ്പോ ഫോട്ടോസ് ഒക്കെ കണ്ടിരിക്കുന്ന മഹിമേനെയാ കണ്ടേ. പെട്ടെന്ന് മധുസൂദൻ പറഞ്ഞു, നീ എന്താ കാണിക്കണെന്ന് ചോദിക്കുക. അല്ല, അത് പിന്നെ ഞാന് ഈ ഫോട്ടോസൊക്കെ നിന്നോട് പറഞ്ഞിട്ടില്ലേ ഇതൊന്നും നോക്കിയിരിക്കില്ലെന്ന്. അത് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ ഏട്ടാ, എന്റെ മോളല്ലേ, ഞാൻ പ്രസവിച്ചല്ലേ. എനിക്ക് അവളെ കാണാതിരിക്കുമ്പോ എന്റെ മനസ്സിന്റെ വേദന എനിക്കല്ലേ അറിയത്തുള്ളൂ. ഞാൻ എത്രമാത്രം ബുദ്ധിമുട്ടുന്നുണ്ടെന്ന് അറിയാം അവളെ കാണാതെ. അത് അവൾക്കൂടെ തോന്നണ്ടേ. ഒളിച്ചോടി പോയപ്പോ അവൾ ഇതൊക്കെ ചിന്തിച്ചോ? ഇല്ലല്ലോ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി അവളെ കാണാനോ സംസാരിക്കാനോ ഒന്നിനും പോണ്ട കാര്യമില്ല. പുകഞ്ഞ കൊള്ളി പുറത്ത്, അത്രേ ഉള്ളെന്ന് പറയാ. അതെ, ഏട്ടന് അതൊക്കെ പറ്റും, പക്ഷെ എന്നെ കൊണ്ട് സാധിക്കില്ല. എനിക്ക് അവളില്ലാതെ ഒരു നിമിഷം പോലും ഈ വീട്ടിൽ നിൽക്കാൻ പറ്റുന്നില്ല. എന്റെ നെഞ്ചു കിടന്ന് പിടയ്ക്കുവാന്ന് പറയാം. സാരമില്ല, ഇനിയിപ്പൊ ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. ഏട്ടൻ പറഞ്ഞ പോലെ തന്നെ ഇനിയിപ്പൊ ഞാൻ അവളെ കുറിച്ച് ചിന്തിക്കോ ഫോട്ടോസ് നോക്കോ ഒന്നും ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങ് എഴുന്നേക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് രേവതി വരുന്നത്. രേവതിയെ കണ്ടതും പെട്ടെന്ന് തന്നെ മസൂന് ദേഷ്യം വന്നു. നീയോ, നീ ആ രവീന്ദ്രന്റെ മരുമോളല്ലേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും രേവതിക്ക് ദേഷ്യം വന്നു. രേവതി ഒരു ദേഷ്യത്തോടെ അകത്തേക്ക് കയറി പറഞ്ഞു, ഞാൻ അങ്ങോട്ട് കയറി വന്നോട്ടേന്ന് ചോദിക്കണം. മഹിമ പറഞ്ഞു, ദേ ഏട്ട ഒന്നും മിണ്ടായിരിക്കുക. രേവതി എന്തിനാ വന്നേന്ന് അറിയത്തില്ലോ, അവരിങ്ങോട്ട് കയറി വരട്ടെ എന്ന് പറയണം. വാ കയറി വാ രേവതി എന്ന് പറയണം. അങ്ങനെ രേവതി വീടിനകത്തേക്ക് കയറി വരുവാണ്. രേവതി വന്നു കഴിഞ്ഞപ്പോഴത്തേനും മധുസൂദൻ ചോദിച്ചു, നീ എന്തിനാ വന്നേന്ന് ചോദിക്കുക. എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട്. നിങ്ങളുടെ മോളെ കുറിച്ചാ പറയാനുള്ളത്. അത് പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് പോയേക്കാന്ന് പറയണം. നീ കൂടുതലൊന്നും പറയണ്ട, ഇറങ്ങി പോ എന്റെ വീട്ടിൽ നിന്ന് പറയണം. ഇത് കേട്ടോ മഹിമ പറഞ്ഞു, നമ്മുടെ വീട്ടിലേക്ക് കയറി വന്നവരോട് ഇങ്ങനെയാണ് പെരുമാറുന്നേ. നമ്മുടെ മോളെ കുറിച്ച് എന്തോ പറയാൻ വന്നാലേ അതെന്താന്ന് അവര് പറയട്ടെ, അതിനുശേഷം തീരുമാനിച്ചാ മതി. ഏട്ടനൊന്നും മിണ്ടായിരിക്കാൻ പറയണം. പറ രേവതി, എന്താ കാര്യം എന്താന്ന് ചോദിക്കുകയാണ്. പിന്നീട് രേവതി പാർക്ക് നടന്ന കാര്യങ്ങളൊക്കെ പറയാം. എല്ലാം കേട്ട് ഒരു ഞെട്ടലോട് കൂടിയിട്ട് അവര് രേവതിനെ നോക്കുകയാണ്. അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ നാളെ കാണുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു യാത്രയെ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.